പൂരത്തിന് 27 ദിവസം മുൻപേ തന്നെ കൊടിമരം നാട്ടുന്ന ക്ഷേത്രമാണ് വിദ്യയുടെയും ജ്ഞാനത്തിന്റെയും ദേവനായ തിരുവള്ളക്കാവ് ശാസ്താവിന്റെ ക്ഷേത്രം. എന്നാൽ ശാസ്താവ് പെരുവനം രാത്രി പൂരത്തിനോ ആറാട്ടുപുഴ പൂരത്തിനോ നേരിട്ട് പങ്കെടുക്കാറില്ല. ഈ പൂരങ്ങൾക്കെല്ലാം ശേഷം ഉത്രനാളിൽ ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്നു. ചാത്തക്കുടത്തു നിന്ന് നിശബ്ദമായി വരുന്ന ആനയുടെ പുറത്തു കയറി ചാത്തക്കുടത്തെത്തി ഇരുവരെയും ഒരുമിച്ച് പീഠത്തിലിരുത്തി നവകം, ശ്രീഭൂതബലി എന്നിവയ്ക്ക് ശേഷം ഒരേ ആനപ്പുറത്ത് ഇരുവരും ചേർന്നുള്ള ഗ്രാമബലി. അത്തന്നാളിൽ പെരുവനത്ത് നടക്കുന്ന പകൽ പൂരത്തിൽ ഊരകത്തമ്മ തിരുവടി നടുക്കും വലതുഭാഗത്ത് ഒരു ആനപ്പുറത്ത് ചാത്തക്കുടത്തെയും തിരുള്ളക്കാവിലെയും ശാസ്താക്കന്മാരും ഇടതുഭാഗത്ത് കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയും അണിനിരക്കുന്നു. ഇരു ഭഗവതിമാർക്കും ഉപചാരം ചൊല്ലി തിരുള്ളക്കാവ് ശാസ്താവിനെ തിരുള്ളക്കാവിലിറക്കി ചാത്തക്കുടം ശാസ്താവ് തിരിച്ച് യാത്രയാകുന്നു.